നമസ്കാരം. ഈശ്വരൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മണിപ്രവാളം 1-ാം സർഗത്തിൽ 8-ാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം. അസുരപടജനം മനുഷ്യഭാവം പ്രസവമിയന്നിഹ കംസസാരഭൂതം അവനുടയ പടജ്ജനഞ്ചഘോരം ശിവശിവ പൂർണ്ണമതായി മൽപ്രദേശേ. അർത്ഥം: ഇവിടെയുള്ള അസുരപ്പടയാളികൾ കരുത്തോടെ മനുഷ്യഭാവം കൈക്കൊള്ളുകയും കംസനെ കൊണ്ട് കരുത്താർജിക്കുകയും ചെയ്തിരിക്കുന്നു. ആ കംസനും അവൻ്റെ ഭയങ്കരന്മാരായ പടയാളികളും ശിവശിവ എൻ്റെ പ്രദേശത്ത് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 9-ാമത്തെ ശ്ലോകം. ദ്വിജവര യജനാദികർമ്മമെല്ലാം ഭുജബലശാലി ഷടൻ മുടക്കുവാനായി അനുദിവസമവൻ ബഹുപ്രകാരം ധനുജകുലാനി നിയോജയാം ചകാര. കയ്യൂക്കുകൊണ്ട് ശോഭിക്കുന്ന ദുഷ്ടനായ ആ കംസൻ ബ്രാഹ്മണശ്രേഷ്ഠന്മാരുടെ യാഗം മുതലായ എല്ലാ കർമ്മത്തെയും മുടക്കുവാനായിക്കൊണ്ട് എല്ലാ ദിവസവും പല സ്വരൂപത്തിലുള്ള അസുര സർഗങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. 10-ാമത്തെ ശ്ലോകം. പശുകുലഹരണം പതിവ്രതാനാം ദൃശതരദൂഷണമഗ്രഹാരനാശം ഇതി ബഹുവിധ ദുഷ്ടകർമ്മമിപ്പോൾ അതിശയപാപിജനങ്ങളാരഭന്തേ. പശുക്കൂട്ടത്തെ കൊള്ള ചെയ്യുക, പതിവ്രതമാരെ അത്യധികമായി ദുഷിപ്പിക്കുക, ബ്രാഹ്മണഗൃഹങ്ങളെ നശിപ്പിക്കുക എന്നിങ്ങനെ പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ മഹാപാപികളായ അസുരന്മാർ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. 11-ാമത്തെ ശ്ലോകം. ഇടിയൊടു പടവെട്ടുമട്ടഹാസം കടുതര ദുസ്സഹ കുത്സനാദിവാക്കും കുടില ചരിതങ്ങളും നിനച്ചാൽ തടിതി നടുങ്ങുമശേഷ ജീവലോകം. ആ അസുരന്മാരുടെ ഇടിയെ തോൽപ്പിക്കുന്ന പൊട്ടിച്ചിരികളും അതികഠിനങ്ങളും കേട്ടുനിൽക്കുവാൻ വിഷമമുള്ളവയും അറപ്പും വെറുപ്പും തോന്നിക്കുന്നവയുമായ വാക്കുകളും കുടിലങ്ങളും നിന്ദ്യങ്ങളുമായ ചരിത്രങ്ങളും ആലോചിച്ചാൽ എല്ലാ പ്രാണിവർഗങ്ങളും പെട്ടെന്ന് ഭയപ്പെട്ട് ഞെട്ടിപ്പോകുന്നതാണ്. 12-ാമത്തെ. ഗിരികളടവിയും മരങ്ങളും മേ തരള തിമിംഗലമാഴി ചക്രമേഴും ഇവ പലതുമെനിക്കു ഭാരമല്ല ശിവശിവ ദുർജന ഭാരമേവ ഭാരം. എൻ്റെ പർവ്വതങ്ങളും കാടുകളും മരങ്ങളും പുളയ്ക്കുന്ന തിമിംഗലങ്ങളോടുകൂടി ചുറ്റുപാടുള്ളതുമായ 7 സമുദ്രങ്ങളുമൊന്നും എനിക്ക് ഭാരമല്ല. ശിവശിവ ദുർജന ഭാരം തന്നെയാണ് ഭാരമായിട്ടുള്ളത് എന്ന് ഭൂമിദേവി ബ്രഹ്മാവിനോട് പറയുകയാണ്. 13-ാമത്തെ ശ്ലോകം. പടഹഗടഗടായുധം മുഴക്കി പടകളിടഞ്ഞു നടക്കുമദ്ദശായാം ഇടിപൊടി തകരും ധരാവിഭാഗേ പൊടിപടലത്തിലൊളിച്ചു ഭാനുബിംബം. ആ അസുരപ്പട പെരുമ്പറകളുടെ ഗടഗടാ ശബ്ദം മുഴക്കി എതിർത്തു നടക്കുന്ന അവസരത്തിൽ ഇടിമുഴക്കം പൊടിപൂരമായി നടക്കുന്ന ഭൂതലത്തിൽ സൂര്യബിംബം പൊടിപടലത്തിൽ മറഞ്ഞുപോയി. 14-ാമത്തെ ശ്ലോകം. അവരുടെ പടയും പരാക്രമം കൊണ്ടഖിലനിലിംബബലം വശം കെടുന്നു അവനിപതികളെന്നു ഭാവമാത്രം ഭുവനവിനാശ കഠോര കശ്മലാനാം. അസുരന്മാരുടെ സൈന്യങ്ങളെക്കൊണ്ടും അവരുടെ പരാക്രമങ്ങളെക്കൊണ്ടും എല്ലാ ദേവസൈന്യങ്ങളും വശം കെട്ടിരിക്കുകയാണ്. ലോകങ്ങളെ നശിപ്പിക്കുന്നതുകൊണ്ട് ക്രൂരന്മാരും ദുഷ്ടന്മാരുമായി തീർന്ന അവർക്ക് രാജാക്കന്മാർ എന്ന പദവി മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഭൂമിദേവി ബ്രഹ്മാവിനോട്.
മമ ഭയമഖിലം ശമിപ്പതിനായി കിമപി തുണച്ചരുളേണമബ്ജയോനേ. സമവിഷമദശാവിശേഷമെല്ലാം അമലത അമലമതേ ധരിയാതിരിക്കുമോ നീ. അല്ലയോ സൃഷ്ടികർത്താവേ, എൻ്റെ ഭയം പരിപൂർണമായും അകറ്റിത്തരുവാൻ അല്പമൊന്ന് സഹായം ചെയ്തു തരേണമേ. അല്ലയോ ബുദ്ധിമാലിന്യമകന്നവനേ, അങ്ങയുടെ നിർമ്മല ബുദ്ധിയിൽ പ്രാണികളുടെ സമവും വിഷമവുമായ ദശാവിശേഷങ്ങളെല്ലാം അജ്ഞാതങ്ങളായി പോകുമോ. 16-ാമത്തെ ശ്ലോകം. ഇതി വസുമതി തൻ്റെ വാക്കുകേട്ടങ്ങിതി കരുണാകുലനാം വിരിഞ്ചനപ്പോൾ സ്മിതമധുരതരാക്ഷരം ബഭാഷേ. മതി താപമെടോ മഹാനുഭാവേ. ഇങ്ങനെ ഭൂമിദേവിയുടെ വാക്കുകേട്ട് അധികമായ കരുണ കൊണ്ട് ആകുലനായി തീർന്ന ബ്രഹ്മാവ്, അല്ലയോ മാഹാത്മ്യമുള്ളവളെ, താപം മതി എന്ന് പുഞ്ചിരിച്ച് മധുരാക്ഷരങ്ങളിൽ പറഞ്ഞു. 17-ാമത്തെ ശ്ലോകം. പരമപുരുഷനാം പയോദിശായി പരചിതനാകുലമൂർത്തി പത്മനാഭൻ പരിചൊടു പരിതാപശാന്തയേ തേ. പരമരുളിയിടുമവൻ നമുക്കു ദൈവം. ഉത്കൃഷ്ടനായ പുരുഷനായിട്ടുള്ളവനും പാൽക്കടലിൽ ഭോഗീന്ദ്രമെത്തയിൽ യോഗനിദ്ര ചെയ്യുന്നവനും ഉത്കൃഷ്ടങ്ങളായ ജ്ഞാനാനന്ദങ്ങൾ സ്വരൂപമായിട്ടുള്ളവനുമായ വിഷ്ണു ഭഗവാൻ നിനക്ക് ദുഃഖശാന്തിക്കായി ദയാപൂർവം വരം നൽകുന്നതാണ്. ആ ഭഗവാനാണ് നമുക്കെല്ലാം ദൈവമായിട്ടുള്ളത് എന്ന് ബ്രഹ്മാവ് പറയുകയാണ്. ഇവിടെ വെച്ച് നിർത്താം. ഇനി ബാക്കി നാളെ. എല്ലാവരും ഇതിൻ്റെ ശ്ലോകങ്ങൾ കേട്ട് അർത്ഥങ്ങൾ കേട്ട് മനസ്സിലാക്കുക. ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ ആ ബട്ടണിൽ മണി ബട്ടണിൽ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.